സാരി ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങിൽ എല്ലാവരും പറയുന്ന ഒരു ഭാഗമാണ് ഫ്രണ്ട് പീസിൻ്റെ ഇവിടെ നമുക്ക് ചുളിവ് വരുന്നു, പിന്നെ നെക്ക് വി കിട്ടുന്നില്ല, ബാക്ക് സൈഡ് അകത്തോട്ട് വലിഞ്ഞു കയറുന്നു. ഇങ്ങനെ 3 കംപ്ലൈൻറ്റ് റെഗുലറായിട്ട് എനിക്ക് കമൻറ്റ് ഇട്ടയിൽ വരാറുണ്ട്. നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഘടകം എന്ന് പറയും, ഒന്ന്, നമ്മൾ ഈ ബാഗിൻ്റെ റിഗാളിൻ്റെ ഷേപ്പ് എടുക്കുമ്പോൾ എപ്പോഴും ഈ റിഗാള് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് ഇത് പോകുന്നത്. ഈ റിഗാളിൻ്റെ ഷേപ്പ് ഒരു കാരണവശാലും ഇത് അകത്തോട്ട് കയറരുത്. അകത്തോട്ട് ഇവിടം കയറിപ്പോയാൽ തീർച്ചയായിട്ടും ഫ്രണ്ടും വലിക്കും. അകത്തോട്ട് ബാക്ക് സൈഡ് കയറിയാൽ ഈ ബാക്ക് സൈഡിലെ കൈ ചുളിവ് വരും. ചുളിവ് വന്ന് ഇവിടം വലിവ് വരുമ്പോൾ എന്തു ചെയ്യും? അത് ഈ ഫ്രണ്ടിനെ ബാധിക്കും, ഈ സൈഡിലെ ഫ്രണ്ടിനെ ബാധിക്കും. ഈ സൈഡിലെ ഫ്രണ്ടിനെ ബാധിക്കുമ്പോൾ ഈ നെക്കിനെ ബാധിക്കും. അങ്ങനെ ഇതൊരു ഒരു കപ്ലിംഗ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഭാഗങ്ങൾ കിടക്കുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴും ഹാംഗോളിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, ഇതിൻ്റെ ഈ സെൻറ്റർ എത്രയോ നമ്മൾ കൈക്കുഴി താക്കുന്നതിൻ്റെ സെൻറ്ററിനേ ഉള്ളൂ ഈ ഷേപ്പ് പോകാവുള്ളൂ. ഈ ഷേപ്പ് പോകുമ്പോൾ മിനിമം 1.5 ഇഞ്ച് 1.25 തീർന്ന് നമ്മളിവിടം വെട്ടുമ്പോൾ നോക്കിക്കോണം. എങ്കിലും ഇവിടെ നമ്മൾ ഈ കൈ ഇങ്ങനെ ചേർക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ കയറാതിരിക്കും, അകത്തോട്ട് കയറാതിരിക്കും. അകത്തോട്ട് കൈ കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഫ്രണ്ട് വശത്ത് വലിവ് വരും. അകത്തോട്ട് ഇങ്ങനെ കൈ കയറുമ്പോൾ ഇവിടം വലിക്കും. ഇവിടം വലിച്ച് പിടിക്കുമ്പോഴാണ് ഈ ഫ്രണ്ട് നമുക്ക് കൈയുടെ സൈഡിലോട്ട് ഈ ഫ്രണ്ട് വലിയും. ഈ ഫ്രണ്ട് വലിയുമ്പോൾ എന്ത് ചെയ്യും? ഈ ചുളിവും ഇവിടെ നെക്കിൻ്റെ ഇവിടെ ചുളിവ് വരും. നെക്ക് നമ്മൾ യു വെട്ടിയാലും അത് വി മോഡലിലായി പോകും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഘടകം ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, ഇത് ഈ സൈഡ് പകുതിയിൽ നിന്ന് തുടങ്ങുക. 2, ഇത്രയും ഭാഗം ശ്രദ്ധിച്ച് കഴിയുമ്പോൾ ഈ കൈയുടെ സെൻറ്റർ മാറിപ്പോകാൻ നമ്മൾ പിടിപ്പിക്കുമ്പം ഈ 3 കംപ്ലൈൻറ്റും നമുക്ക് ഒഴിവായി കിട്ടും. ഒന്ന്, ഞാൻ പറഞ്ഞ കൈ വലിഞ്ഞു കയറാത്ത കംപ്ലൈൻറ്റ് വരും. 2, ഈ ഫ്രണ്ട് സൈഡ് കൈ ചുളിയാതെ ഇത് വരും. 3, നെക്ക് നമ്മൾ വി വെട്ടിയാലും യു വെട്ടിയാലും യു കറക്റ്റായിട്ട് കിട്ടും, വി ആയി പോകത്തുമില്ല, ചുളിവും വരത്തുമില്ല. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കട്ട് ചെയ്യുമ്പോഴും തയ്ക്കുമ്പോഴും നോക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്